ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൻ്റെ പ്രാക്ടിക്കൽസ് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ജിയോ ജിബ്ര ക്ലാസിക് എന്ന് സെർച്ച് കൊടുക്കുക. തുടർന്ന് വരുന്ന ലിങ്കിൽ പോവുക. ഈ ഓപ്പണായി വന്നിരിക്കുന്നത് ജിയോ ജിബ്രയുടെ ഓൺലൈൻ വേർഷനാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിന് വന്ന ഫങ്ഷൻസ് എന്ന് പറയുന്ന ലാബ് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യം പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി, ഈ പറഞ്ഞിരുന്ന ഗ്രാഫ് വരയ്ക്കുക. 1 + 2x² -2x³ കമാൻഡ് ഞാൻ കോപ്പി ചെയ്തു. ഇത് 1 ആണ് 1 ആണെന്ന് കണ്ടുപിടിക്കണം. കമാൻഡ് പേസ്റ്റ് ചെയ്തു. ഫംഗ്ഷൻ 2x² എന്നാണ്. 2 റേസ് ടു x², ദെൻ 2x³ x⁻³ എന്ന് നോക്കുക. സോ ഈ ഗ്രാഫ് 1 ആണ് 1 ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്കറിയാം ഫംഗ്ഷൻ 1 അല്ല. സോ നമ്മളതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.1 ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പോയിന്റ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ A ഈക്വൽ ടു 0, A എന്ന് പറയുന്ന പോയിന്റ് കൺസ്ട്രക്ട് ചെയ്തു. ദെൻ A എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരൽ ലൈൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പോകണം. ലൈൻ ടൂളിൽ പോവുക. ഇതിൽ പാരൽ ലൈൻ എടുക്കുകയാണ്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനാണ് വരച്ചത്. ഈ ലൈൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ലൈൻ്റെ കളറ് മാറ്റി. ഓക്കെ ഓക്കെ നോക്കുക, നമ്മൾ പഠിക്കുന്ന തിയറി ഇതാണ്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റാണിത്. ഏതെങ്കിലും ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഫംഗ്ഷൻ 1 ആകില്ല. നോക്കുക, ഇവിടെ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മുടെ ഗ്രാഫിനെ 3 പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് രണ്ട് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിന് സെയിം ഇമേജ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇവിടെയൊന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ 1 ആകില്ല. ഓക്കെ, അപ്പോൾ 1 ആകണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1 ആകത്തില്ല. ദെൻ ഓൺ ടു ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഓൺ ടു ആകണമെങ്കിൽ നമ്മുടെ കോഡമൈൻ എഫ് ഫ്രം R to R ആണ് ഈ ചോദ്യത്തിൽ. അതായത് കംപ്ലീറ്റ് Y ആക്സിസ്. അതായത് ഓൺ ടു ആകണമെങ്കിൽ കോഡമൈനെ എല്ലായ്പ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ്റർസെക്റ്റ് ചെയ്യണം. നോക്കുക, ത്രൂ ഔട്ട് ഇവിടെ എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വൺസ് ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓൺ ടു ആണ്. കോഡമൈനിൽ ത്രൂ ഔട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഓൺ ടു ആണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫിനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും, പക്ഷേ 1 ആകില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്താൽ 1 ആകില്ല. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓൺ ടു ആയിരിക്കും. സോ അറ്റ്ലീസ്റ്റ് വൺസ് എല്ലായ്പ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓൺ ടു ആണ്, 1 അല്ല. ഇതുപോലെ അടുത്ത ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഗ്രാഫ് f(x) ഈക്വൽ ടു x² + 4x + 5 കൺസ്ട്രക്ട് ചെയ്യാം. നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. x² എന്നാക്കുക. ഓക്കെ, നോക്കുക, ഈ ഫംഗ്ഷൻ 1 അല്ല എന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ കാണാം. കാരണം ഇവിടെയെല്ലാം ഗ്രാഫിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫംഗ്ഷൻ 1 ആകില്ല. ദെൻ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. എന്തുകൊണ്ടല്ല? നോക്കുക, ഇവിടെയൊന്നും ഗ്രാഫിനെ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. സോ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, ആറാണ്. റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി ആണ് ഫംഗ്ഷൻ്റെ റേഞ്ച്. നമുക്കറിയാവുന്ന ഒരു തിയറിയാണ്, ഫംഗ്ഷൻ 1 ആകണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഓൺ ടു ആണെങ്കിൽ കോഡമൈനെ എല്ലായ്പ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷൻ ഓൺ ടു ആക്കി നമുക്ക് മാറ്റാം, 1 ആക്കി മാറ്റാം. അതിന് റെസ്ട്രിക്ഷൻസ് നടത്തണം. ഓൺ ടുവിൻ്റെ മറ്റൊരു കണ്ടീഷനാണ്, ഓൺ ടു ആണെങ്കിൽ റേഞ്ചും കോഡമൈനും ഈക്വൽ ആയിരിക്കും. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാഫ് നമ്മൾ ഒബ്സർവ് ചെയ്തു, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി എന്ന് ചെയ്തു. റീഡിഫൈൻ ഡൊമൈൻ ആൻഡ് കോഡമൈൻ സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ഫംഗ്ഷനെ ബൈജക്റ്റീവാണ്, അതായത് 1 ഓൺ ടു ആക്കണം. സോ ഇവിടെ മുതലാണ് പ്രശ്നം. ഇവിടെ മുതൽ ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഗ്രാഫിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ
ഭാഗത്ത് ഈ ഇവിടെ ഈ പോയിന്റിൻ്റെ റൈറ്റിലോട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ 1 ആകും. കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്ട് ചെയ്തില്ല. ഇവിടെ മുതലാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്ട് ചെയ്യുന്നത്. സോ ഡൊമൈൻ വാല്യൂ എന്ന് പറയുന്നത് -2 മുതൽ നമ്മൾ റെസ്ട്രിക്റ്റീവ് ആണ്. -2 ശേഷം, അതായത് -2 ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത്രയും ഭാഗം ഉണ്ടാകത്തുള്ളൂ. സോ ഫംഗ്ഷൻ 1 ആയി മാറും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിലും, അതായത് -2 ചെറുതായിട്ട് മാത്രം എടുക്കുകയാണെങ്കിലും ഫംഗ്ഷൻ 1 ആയി മാറുന്നതായിരുന്നു. സോ നമ്മൾ എടുക്കുന്ന റെസ്ട്രിക്ഷൻ ക്ലോസ്ഡ് -2 to ∞ എടുക്കുന്നു. ക്ലോസ്ഡ് -2 ആണെങ്കിൽ ഫംഗ്ഷൻ ഈ ഭാഗം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് -2 to ∞ ആണ്. കോഡമൈൻ എന്തായിരിക്കണം? കോഡമൈനും റേഞ്ച് വീക്കിലായിരിക്കണം. സോ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 1 to ∞ ആണ്. സോ ക്ലോസ്ഡ് 1 to ∞ റേഞ്ച് ആയിട്ടും ഡൊമൈൻ -2 to ∞ ആയിട്ടും എടുത്താൽ മതി. ഓക്കെ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സോ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള കോഡമൈനിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെസ്ട്രിക്ഷൻ വരുത്തുവാണ്. ഡൊമൈനിൽ റെസ്ട്രിക്ഷൻ വരുത്തിയത് അവിടെ ഒരു കോമ ഇടുക. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്നാണ് റെസ്ട്രിക്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന റെസ്ട്രിക്ഷൻ കൊടുത്തു. എൻ്റർ അടിച്ചു. സോ നോക്കുക, ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നടത്തുവാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എവിടെയും ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല. ഫംഗ്ഷൻ 1 ആയി മാറിക്കഴിഞ്ഞു. ഓക്കെ. ദെൻ ഓൺ ടു ആണ്. കാരണം ഇതിൻ്റെ കോഡമൈൻ എന്ന് പറയുന്നത് 1 മുതൽ ∞ വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. ഫംഗ്ഷൻ 3sec2x എന്നാക്കുക. അതിനുശേഷം നമ്മുടെ എക്സ് ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് എന്നുള്ളത് π/4ലേക്ക് മാറ്റുക. ദെൻ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. ദെൻ അതിൻ്റെ റെസ്ട്രിക്റ്റഡ് കോഡൊമൈനും ഡൊമൈനും എന്തായിരിക്കണം? അതൊരു ബൈജക്ഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫും വരയ്ക്കുക. ഓക്കെ. ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ മാറ്റുക. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3sec2x എന്നാക്കുക. ഓക്കെ. ഒബ്സർവ് ചെയ്യുക, ഈ ഫംഗ്ഷൻ 1 ആണോ 1 ആണോ എന്ന് നോക്കുക. നമ്മൾ ഈ ഗ്രാഫ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം, ഇവിടെ എല്ലാം വളരെയധികം പ്രാവശ്യം ഇൻ്റർസെക്ട് ചെയ്യുന്ന കാണാം. ഓക്കെ. ക്ലിയർലി ഫംഗ്ഷൻ 1 അല്ല. എന്തുകൊണ്ട്? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഗ്രാഫിനെ ഇൻ്റർസെക്ട് ചെയ്യുന്നു ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ. ദെൻ ഓൺ ടു ആണോ എന്ന് നോക്കുക. ഇതിന് മുകളിലോട്ട് എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ഇൻ്റർസെക്ട് ചെയ്യും, ഇതിൻ്റെ താഴോട്ടും ഇൻ്റർസെക്ട് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഗ്യാപ്പിനിടയിൽ എവിടെയും ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല. സോ ഫംഗ്ഷൻ ഓൺ ടു അല്ല. എഫ് ഫ്രം R to R ആണെങ്കിൽ ഫംഗ്ഷൻ 1 അല്ല, ഓൺ ടു അല്ല. 1 ആകാത്തതിന് കാരണം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഗ്രാഫിനെ ഇൻ്റർസെക്ട് ചെയ്യുന്നു. ദെൻ ഓൺ ടു ആകാത്തതിൻ്റെ കാരണം ഈ -3 മുതൽ, കോഡമൈനിൽ -3 മുതൽ 3 വരെ എവിടെയും ഗ്രാഫിനെ ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് -3ക്കും 3ക്കും ഇടയിൽ ഫംഗ്ഷന് കോഡമൈനിലെ എലമെൻറ്റ്സിന് പ്രീ ഇമേജുകളില്ല. ഓക്കെ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ y ആക്സിസിലേക്കാണ് നോക്കേണ്ടത്. 3ക്ക് മുകളിലോട്ടും ഉണ്ട്, -3ക്ക് താഴോട്ടും ഉണ്ട്. സോ റേഞ്ച് എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ -3 3 സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. R മൈനസ് ഓപ്പൺ -3 3 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. അടുത്തത് എങ്ങനെ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. സോ നോക്കുക, ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മളിവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇവിടെ വരെയുള്ള പോർഷൻ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് ഡൊമൈൻ 1 ഓൺ ടു അല്ല എന്ന് മനസ്സിലാക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഫംഗ്ഷൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് മാറ്റുവാണ്. എക്സ് ആക്സിൻ്റെ യൂണിറ്റ് മാറ്റുന്നത്. ഗ്രാഫിക്സിൽ പോവുക, ഗ്രാഫിക്സിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. ഇത് π/4 എന്ന് കൊടുക്കുക. എൻ്റർ അടിക്കുക. ഓക്കെ. എന്താണ് റെസ്ട്രിക്ഷൻ നടത്തേണ്ടി വരിക? നോക്കുക, 0 മുതൽ, ഇതൊന്ന് സൂം ചെയ്തേക്കാം. ഓക്കെ. നോക്കുക, ഇവിടെ മുതൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ എടുക്കാൻ പറ്റില്ല. 0 മുതൽ π/4 വരെ ഒരു ഫംഗ്ഷൻ എടുക്കുക. അപ്പം നമ്മൾ റെസ്ട്രിക്ഷൻ നടത്തുന്നത് 0 മുതൽ π/2 വരെ എടുക്കുക. റെസ്ട്രിക്ഷൻ 0 to π/2 എന്ന് കൊടുക്കുക. എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് കൊടുത്തു. ദെൻ റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് നോക്കുക. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്ട്രിക്ഷൻ. ഈ റെസ്ട്രിക്ഷനിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർസെക്ട് ചെയ്യുന്നില്ല. സോ ഫംഗ്ഷൻ 1 ആയിട്ടുണ്ട്. ദെൻ ഓൺ ടു ആണോ? ഓൺ ടു അല്ല. കോഡമൈൻ റെസ്ട്രിക്ഷൻ നടത്തണം. കോഡമൈൻ നടത്തുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് R മൈനസ്
-3 to 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് 0 to π/2. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ π/4 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. π/4 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഇല്ല. സോ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 π/2 നിന്ന് π/4 എലിമിനേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ക്ലോസ് 0 π/2 -π/4 ആയിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത്, അഥവാ കോഡൊമൈൻ എന്ന് പറയുന്നത് -3 ആറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ആർ മൈനസ് ഓപ്പൺ -3 ആയിരിക്കും ഇതിൻ്റെ കോഡൊമൈൻ. ആ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആകും, ഫംഗ്ഷൻ ബൈജെക്ഷൻ ആകും. ഈ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫ് റഫായിട്ട് വരച്ചു നോക്കി കൂടെ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോസ്ഡ് 0 to π/2 ഇടയിൽ π/4 ഇതിൻ്റെ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കി കളയണം. കാരണം ആ പോയിന്റിൽ C2x എന്ന് പറയുന്നത് π/2 എന്ന് പറയും. സോ അവിടെ 1/cos ആയിട്ടുള്ള സീക്ക് 0 ആയി പോകും, അൺഡിഫൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് π/4 ക്ലോസ്ഡ് 0 π/2 നിന്ന് ഒഴിവാക്കി കളയുക. അതായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് 10 മാർക്കിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. 8 മാർക്ക് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്.